ഹലോ ഫ്രണ്ട്സ്, സാന്ദ്രാസ് വേൾഡിലെ പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ. എൻ്റെ പേര് ബിജോയ്. തൃശ്ശൂരാണ് ഞങ്ങളുടെ വീട്. അച്ഛനും അമ്മയും ചേച്ചിയും അടങ്ങുന്ന ഒരു ഇടത്തരം കുടുംബമാണ് ഞങ്ങളുടെ. അച്ഛൻ പാലക്കാട് ഒരു ചെറിയ തുണികട നടത്തുന്നു. അമ്മയ്ക്ക് ജോലിയൊന്നുമില്ല. വിശേഷ ദിവസങ്ങളിൽ അമ്മ അച്ഛൻ്റെ കൂടെ കടയിൽ പോകും. ചിലപ്പോഴെല്ലാം 1-2 ദിവസത്തിന് ശേഷമാണ് രണ്ടുപേരും വരാറ്. ഞങ്ങളുടെ വീട്ടിൽ 2 മുറിയാണുള്ളത്. ഒന്നിൽ അമ്മയും അച്ഛനും, രണ്ടാമത്തേതിൽ ഞാനും ചേച്ചിയും. ഓരോ കട്ടിൽ തന്നെയാണ് ഞങ്ങൾ കിടക്കാറ്. വീട്ടിലൊരു ബാത്റൂമാണുള്ളത്. അത് പുറത്തും. കുളി കഴിഞ്ഞ് അമ്മയും ചേച്ചിയും ടവലെടുത്ത് വരുന്നത് സ്ഥിരം കാഴ്ചയാണ്. ഓർമ്മ വെച്ച കാലം മുതലേ അത് കാണാറുള്ളത് കൊണ്ട് പ്രായപൂർത്തിയായിട്ടും എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നാറില്ല. പിന്നെ 18 കഴിഞ്ഞെങ്കിലും കൂട്ടുകാരധികം ഇല്ലാത്തതിനാൽ മറ്റേതിനെ കുറിച്ച് അന്ന് വലിയ അറിവുണ്ടായിരുന്നില്ല. എന്നേക്കാൾ 3 വയസ്സ് കൂടുതലാണ് ചേച്ചിക്ക്. അമ്മ മിക്കപ്പോഴും കടയിൽ പോകുമായിരുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് ചേച്ചി തന്നെയായിരുന്നു. അമ്മയേക്കാൾ കൂടുതൽ അടുപ്പവും സ്വാതന്ത്ര്യവും എനിക്ക് ചേച്ചിയുടെ ആയിരുന്നു. അച്ഛനില്ലാത്തപ്പോൾ ഞാനും അമ്മയും ചേച്ചിയും ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കിടക്കും. അല്ലെങ്കിൽ ഞാനും ചേച്ചിയും വലുതായിട്ടും എന്നെ വീട്ടിലൊരു കൊച്ചു കുട്ടിയെ പോലെയാണ് അമ്മയും ചേച്ചിയും കണ്ടിരുന്നത്. നാട്ടിലുള്ള എല്ലാ ആണുങ്ങളുടെ കണ്ണ് ചേച്ചിയിലും അമ്മയിലുമാണ്. കാരണം രണ്ടുപേരും ഒരുപോലെ സുന്ദരികളാണ്. നല്ല ബോഡി ഷേപ്പും. അമ്മയുടെയും ചേച്ചിയുടെയും ഫ്രണ്ടും ബാക്കുമായിരുന്നു പലരുടെയും നോട്ട്. അവരുടെ കൂടെ പോകുമ്പോൾ പല കമന്റുകളും ഞാൻ കേൾക്കാറുണ്ട്. ഞങ്ങൾ പേടി കാരണം എതിർത്തൊന്നും പറയാറില്ല. ഇതെല്ലാം പിന്നീടാണ് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത്. നമുക്ക് കഥയിലേക്ക് വരാം. എനിക്ക് 18 വയസ്സ് കഴിഞ്ഞിരുന്നു. ചേച്ചി കോളേജിൽ പഠിക്കുന്നു. ഒരു ദിവസം വൈകിട്ട് ഞാൻ മൂത്രമൊഴിക്കാനായി കുളിമുറിയുടെ അടുത്ത് പോയപ്പോൾ ചേച്ചി കുളിക്കുകയായിരുന്നു. ചേച്ചി കഴിഞ്ഞില്ലേ, എനിക്ക് മൂത്രമൊഴിക്കണം. കഴിഞ്ഞു, ഇപ്പൊ വരാം അപ്പൂസേ. എന്നെ വീട്ടിൽ അപ്പൂസ് എന്നാണ് വിളിക്കാറ്. ഒന്ന് ഇറങ്ങു ചേച്ചി, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇവിടെ ഉള്ളു. ഓ, ഇവനെ കൊണ്ട് തോറ്റു. എന്നാ വാ, വന്ന് ഒഴിച്ചിട്ട് പോ. എന്നിട്ട് ചേച്ചി വാതിൽ തുറന്നു. ഞാൻ അകത്ത് കയറിയപ്പോൾ ചേച്ചി ടവലെടുത്ത് നിൽക്കുകയായിരുന്നു. തലയിൽ സോപ്പ് തേച്ചിട്ടുണ്ട്. വേഗം ഒഴിക്കടാ, എൻ്റെ കുളി കഴിഞ്ഞിട്ടില്ല. ഞാൻ വേഗം സാധനം പുറത്തെടുത്ത് ഒഴിച്ചു തുടങ്ങി. ഒഴിക്കുമ്പോൾ ഞാൻ പണ്ടേ ഉള്ള ശീലമായ ചുമരിൽ ചിത്രം വരയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ചേച്ചി എൻ്റെ ചന്തിയിൽ ഒരു അടി തന്നു. ആഹാ, കളിക്കാൻ നിൽക്കുക. ഓ ചേച്ചി, കഴിഞ്ഞു. മൂത്രമൊഴി നിർത്തി ഞാൻ തിരിഞ്ഞാൻ ചേച്ചിയുടെ ടവൽ അയഞ്ഞ് താഴെ വീണു. ഇപ്പോൾ പൂർണ്ണ നഗ്നയായ ചേച്ചി എൻ്റെ മുന്നിൽ. ചേച്ചിയുടെ ഫ്രണ്ട് രണ്ടും കുത്തനെ നിൽക്കുന്നത് പോലെ തോന്നി എനിക്ക്. അയ്യേ മോശക്കേട് എന്ന് പറഞ്ഞ് കളിയാക്കി. ചേച്ചി ഒരു ഭാവവ്യത്യാസമില്ലാതെ ടവലെടുത്ത് കൊടുത്ത് കപ്പിലുണ്ടായിരുന്ന വെള്ളം എൻ്റെ മുഖത്തേക്ക് വെച്ചു. ചേച്ചി, അയ്യോ അപ്പൂസ് നനഞ്ഞില്ലേ. ഇപ്പൊ ചേച്ചി, ഇപ്പോ അയ്യോ. ഓ ചേച്ചി, ഞാൻ നിന്ന് കിണങ്ങി. എന്നിട്ട് കുളിമുറിയുടെ പുറത്ത് വന്നു. അപ്പോൾ അമ്മ അവിടെ ഞങ്ങളുടെ ശബ്ദം കേട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ആഹാ, രണ്ടാളും ഒരുമിച്ചാണ് കുളിച്ചത് എന്ന് പറഞ്ഞ് കളിയാക്കി ചിരിച്ചു. മൂത്രമൊഴിക്കാൻ അവളുടെ കുളി കഴിഞ്ഞ് പോവായിരുന്നില്ലേ നിനക്ക്, സാരമില്ലട്ടാ എന്ന് പറഞ്ഞ് അമ്മയുടെ സാരി തലപ്പ് കൊണ്ട് എന്നെ തല തുറന്നു വന്നു. ഞാൻ ചമ്മിയ മുഖത്തോടെ അവിടെ നിന്ന് റൂമിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് ചേച്ചി ടവലെടുത്ത് റൂമിലേക്ക് വന്നു. എന്നെ നോക്കി പല്ലൊലിച്ച് കാണിച്ചു. ഞാൻ ഗൗരവത്തിലിരുന്നു. ചേച്ചി അലമാര തുറന്ന് ചേച്ചിയുടെ ഡ്രസ്സ് എടുത്തു. എൻ്റെ മുന്നിൽ വെച്ച് തന്നെ പുറം തിരിഞ്ഞ് ടവൽ ഊരാതെ ഡ്രസ്സ് മാറ്റി. അപ്പൂസേ, ചേച്ചിക്ക് ഇതിൻ്റെ ബുക്കൊന്ന് ഇട്ട് തന്നേ. ഇതെല്ലാം എൻ്റെ വീട്ടിൽ സർവ്വസാധാരണയായി നടക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ ചെന്ന് ഉക്ക് ഇട്ടെടുത്ത് ഉക്ക് കൊടുത്തു. അപ്പോൾ ചേച്ചി തിരിഞ്ഞു എന്ന് എൻ്റെ കവയിൽ ഒരു ഉമ്മ തന്നു. പിണങ്ങണ്ടടാ, എന്നെ കളിയാക്കിയപ്പോൾ ഞാൻ ചെയ്തതല്ലേ. എനിക്ക് പിണക്കമൊന്നുമില്ല, നല്ല കുട്ടി. എന്നിട്ട് വീണ്ടും എൻ്റെ കവളിൽ ഉമ്മ വന്നു. ഞാനും ചേച്ചിയുടെ കവളിൽ ഉമ്മ കൊടുത്തു. ചേച്ചി ചുരിദാറിൻ്റെ ടോപ്പ് ഇട്ടിട്ട് അവൽ ഊരി വെച്ചു. എന്നിട്ട് ഒരു ലെഗിൻസ് ഇട്ട് മുറി ചീകി. എന്നിട്ട് പഠിക്കാനുള്ള പുസ്തകം എടുത്ത് ടേബിളിൽ ഇരുന്നു. ഞാൻ അപ്പോൾ TV കാണായിരുന്നു. TV കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ചേച്ചിയുടെ ആ സംഭവങ്ങളായിരുന്നു മുഴുവൻ. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പാൻറിൽ എൻ്റെ എന്തൊക്കെയോ സംഭവിക്കുന്നത്. ഞാൻ അതെല്ലാം മറന്ന് TV-യിൽ ശ്രദ്ധ പതിപ്പിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ വന്നു. എല്ലാവരും കുറച്ചു നേരം സംസാരിച്ചിരുന്നു. എന്നിട്ട് ഫുഡ് കഴിച്ചു. അച്ഛനും അമ്മയും അവരുടെ റൂമിൽ കിടക്കാൻ പോയി. ഞാനും ചേച്ചിയും കുറച്ചു നേരം TV കണ്ടിരുന്നു.
അപ്പൂസെ വാടാ കിടക്കാം. ഞാനും ചേച്ചി റൂമിലേക്ക് കിടക്കാൻ പോയി. ചേച്ചി ഒരു പാവടയും ടോപ്പുമാണ് ഇട്ടേക്കുന്നത്. ചേച്ചി എൻ്റെ അടുത്ത് കിടന്ന് വയറിൽ കൂടി കെട്ടിപ്പിടിച്ച് ചേർന്ന് കിടന്നു. അങ്ങനെ വേഗം ഉറങ്ങാൻ നോക്ക്, നാളെ പെരുന്നാളല്ലേ, വേഗം എഴുന്നേക്കണം. ശരി ചേച്ചി. അങ്ങനെ എപ്പോഴോ ഉറങ്ങിപ്പോയി. എന്തോ ശബ്ദം കേട്ടാണ് ഞാൻ ഉണർന്നത്. മടി കാരണം കണ്ണ് തുറക്കാതെ ഒന്ന് കാതോർത്തു. ചേച്ചിയുടെ ശബ്ദമാണ്. ഞാൻ കണ്ണ് തുറന്നു നോക്കിയപ്പോൾ സീറോ ബൾബിന്റെ അരണ്ട വെളിച്ചത്തിൽ ചേച്ചിയെ കണ്ടു. ചേച്ചി പുതപ്പിനുള്ളിൽ കാൽ രണ്ടും മടക്കി വെച്ച് കിടക്കുകയാണ്. ചേച്ചിയുടെ അരക്കെട്ടിന് മുകളിലെ പുതപ്പ് ചെറുതായി അനങ്ങുന്നുണ്ട്. ചേച്ചി എന്നൊക്കെ ശബ്ദം വരുന്നു. ഫോണിന്റെ വെളിച്ചമുണ്ട്. എന്തോ ഒരു ചാനൽ പിടിച്ച് അതിൽ എന്തൊക്കെയോ വായിക്കുന്നുമുണ്ട്. ഞാൻ ആകാംക്ഷയോടെ ചേച്ചി എന്താണ് ചെയ്യുന്നത് നോക്കി കിടന്നു. ഞാൻ ഉണർന്ന ചേച്ചി അറിയാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ നെഞ്ചിന് മുകളിലുള്ള പുതപ്പ് അനങ്ങാൻ തുടങ്ങി. അപ്പോൾ അരക്കെട്ടിലുള്ള പുതപ്പിന്റെ അനക്കം കൂടിക്കൂടി വന്നു. കൂടെ ചേച്ചിയുടെ മുകളിലും. കുറച്ചു കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ അരക്കെട്ട് 2-3 പ്രാവശ്യം ഉയർന്ന് അനക്കമില്ലാതെയായി. എന്നിട്ട് ചേച്ചി പുതപ്പ് മാറ്റി ചേച്ചിയുടെ പാവാട വയറിന്റെ മേൽ കയറ്റി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ചേച്ചി പാവാട താഴ്ത്തി അരക്കെട്ട് പാവാട കൊണ്ട് തുടച്ച് താഴ്ത്തിയിട്ടു. എന്നിട്ട് എൻ്റെ അടുത്ത് തിരിഞ്ഞ് കെട്ടിപ്പിടിച്ച് കിടന്നു. കാലത്ത് ഞാൻ എഴുന്നേൽക്കുമ്പോൾ നേരം വൈകി. അടുക്കളയിൽ ചെന്നപ്പോൾ അമ്മയും ചേച്ചിയും അവിടെ ഉണ്ടായിരുന്നു. ആ എണീറ്റാ, എന്തുറക്കമാടാ ഇത്? പോയി ഫ്രഷ് ആയി വാ, ചായ കുടിക്കാൻ. ഞാൻ ചെന്ന് ഫ്രഷായി വന്ന് ചായ കുടിച്ചു. വീണ്ടും അടുക്കളയിൽ പോയി. അവിടെ ചേച്ചി എന്തൊക്കെയോ നുറുക്കുന്നു. അമ്മ താഴെ ഇരുന്ന് പച്ചമുളക് അരിയുകയാണ്. സാരിയുടെ തലപ്പ് മാറി കിടക്കുന്നത് കാരണം അമ്മയുടെ എല്ലാം പുറത്ത് കാണാം. ഞാനത് നോക്കി നിന്നു. മുൻപും കുറേ ഇതുപോലെ കണ്ടിട്ടുണ്ടെങ്കിലും ചേച്ചിയെ അന്ന് തുണിയൊന്നുമില്ലാതെ കണ്ടപ്പോൾ തൊട്ട് ഇങ്ങനെയുള്ള കാഴ്ചകൾ എന്നിൽ എന്തൊക്കെയോ വികാരമുണ്ടാക്കി. മോനെ, ആ മുറത്തിലുള്ള സവാള എടുത്തേ. ഞാനത് എടുത്തു കൊടുത്തു. അമ്മ അത് മരുന്ന് തുടങ്ങി. അമ്മയുടെ സായത്തല കൂടുതൽ മാറി. ഇപ്പോൾ ബ്ലൗസിൽ നിന്ന് എല്ലാം കാണാം. അപ്പോൾ പോയി കുളിച്ചോ. എന്നിട്ട് ഞാൻ എല്ലാം അമ്പ് വെക്കാനുള്ള സ്ഥലമൊക്കെ ഒരുക്കി. ഞാൻ അവിടെ നിന്നും പോയി എല്ലാം ഒരുക്കി. അപ്പോഴേക്കും അവരുടെ അടുക്കള പണി കഴിഞ്ഞു. എന്നോട് കുളിക്കാൻ പറഞ്ഞു. ഞാൻ കുളിച്ചു. തോർത്തെടുത്ത് വരുമ്പോൾ ചേച്ചി കുളിക്കാൻ റെഡിയായി നിൽക്കുന്നു. ഓ, തല നല്ലോണം തോർത്താൻ പറഞ്ഞിട്ട് കേൾക്കില്ല അല്ലേ. എന്നിട്ട് ചേച്ചി എൻ്റെ തല തോർത്ത് തരുമ്പോൾ എൻ്റെ മുഖം ചേച്ചിയുടെ നെഞ്ചത്തോട്ട് നിന്ന്. ചേച്ചി എൻ്റെ നെറുകിൽ ഉമ്മ തന്ന് എന്നോട് ഡ്രസ്സ് മാറി നിൽക്കാൻ പറഞ്ഞു. കുളിക്കാൻ പോയി. ഞാൻ മുറിയിൽ ചെല്ലുമ്പോൾ അമ്മയുടെയും ചേച്ചിയുടെയും ഡ്രസ്സെല്ലാം കട്ടിലുണ്ടായിരുന്നു. ഞാനത് എടുത്തു നോക്കി. അമ്മയുടെ നീല നിറത്തിലുള്ള അടിവസ്ത്രങ്ങൾ, ചേച്ചിയുടെ പിങ്ക് നിറത്തിലുള്ളത്. അപ്പോൾ അമ്മ അവിടേക്ക് വന്നു. പാവാടയും ബ്ലൗസും മാത്രമേ അമ്മ ഉടുത്തിട്ടുള്ളൂ. തോളിലൊരു ടർക്കിയുമുണ്ട്. കുളിക്കാനുള്ള പോക്കാണ്. എൻ്റെ മടി പിടിച്ചുള്ള നിൽപ്പ് കണ്ട് അമ്മ അടുത്തു വന്നു. അത് നിന്റെ അല്ല അപ്പൂസേ, നിന്റെ അവിടെ കിടക്കുന്നു എന്നും പറഞ്ഞ് ടേബിളിന് പുറത്തേക്ക് ചൂണ്ടിക്കാണിച്ചു. ഓ, ഈ ചെക്കൻ നേരം കളയും. ഇങ്ങത്താ, ഞാൻ ഇട്ട് തരാം. എൻ്റെ നോട്ടം മുഴുവൻ അമ്മയുടെ എല്ലാ സ്ഥലത്തേക്കുമായിരുന്നു. ആഹാ, ഇതെന്താടാ തോക്ക് ചൂണ്ടി നിൽക്കുന്നേ? അപ്പോഴാണ് ഞാൻ എൻ്റെ കാഴ്ച കണ്ടത്. ഇല്ല അമ്മേ, അപ്പോഴാണ് എനിക്ക് എന്തൊക്കെയോ പോലെ തോന്നുന്നു. ഞാൻ എന്താ പറയാ, എനിക്ക് അമ്മയുടെയും ചേച്ചിയുടെയും ഇതെല്ലാം കൂടി കണ്ടപ്പോൾ എനിക്ക് എന്തൊക്കെയോ ഒരു കുളിർമ തോന്നി. പാൻറ്റും ബനിയനും അമ്മ വേഗം തന്നെ എനിക്ക് ഇട്ട് തന്നു. എന്നിട്ട് അമ്മയുടെ ഡ്രസ്സുകൾ ഇടാൻ തുടങ്ങി. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, ഇപ്പോൾ സുന്ദരനായി, അമ്മ കുളിച്ചിട്ട് വരാം. അമ്മ കുളിക്കാൻ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയുടെ വിളി കേട്ടു. ഞാൻ കുളിമുറിയുടെ അടുത്ത് പോയി. എന്താ അമ്മ വിളിച്ചോ? എപ്പോൾ കുളിമുറിയുടെ ഉള്ളിൽ നിന്ന്? എൻ്റെ ടർക്കി റൂമിലുണ്ട്, അതൊന്ന് എടുത്തതാ. എനിക്ക് പറ്റിയില്ല, ചേച്ചിയോട് പറ. കുട്ടാ, ഞാനും ഉണ്ട് കുളിമുറിയിൽ. ചേച്ചിയുടെ കഴിഞ്ഞില്ലേ, രണ്ടുപേരും ഒരുമിച്ചാണ് കുളിക്കുന്നത്. അതേടാ, വേഗം എടുത്തു വാ. അതെന്താ എന്നെയും നിങ്ങളുടെ കൂടി കുളിക്കാൻ കൂട്ടാത്തെ? ചേച്ചി ചിരിച്ചുകൊണ്ട്. നീ പേടിക്കും, അതാ ഇവിടെ മൊത്തം കാടും പടലും ഒക്കെയാ. ഷോ, ഒന്ന് മിണ്ടാതിരിപ്പണ്ടേ. പോയി എടുത്തു വാ അപ്പൂസേ, നേരം വൈകി. എന്നെ പറ്റിക്കല്ലേ, എപ്പോഴും ഇങ്ങനെ. ഒരു ദിവസം എല്ലാവർക്കും ഒരുമിച്ച് കുളിക്കാൻ പോരെ? ആ, അത് മതി. എന്നാ വേഗം എടുത്തു വാ. ഞാൻ വേഗം പോയി ടർക്കി എടുത്ത് കുളിമുറിയുടെ അടുത്ത് പോയി അമ്മയെ വിളിച്ചു. അമ്മ മുകളിലേക്ക് ഇട്ടോ എന്ന് പറഞ്ഞു. കുളിമുറിയുടെ ഡോറിന്റെ ഇടയിലൂടെ ഇട്ടു കൊടുത്തു. ഞാൻ റൂമിൽ പോയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടാളും റൂമിലേക്ക് വന്നു. അമ്മയും ചേച്ചിയുമായിട്ട് ഒവ്വലാണ് എടുത്തേക്കുന്നത്. അത് കണ്ട് എൻ്റെ കിളി പോയി. എന്നിട്ട് അമ്മ സൈഡ് തിരിഞ്ഞ് ബ്ലൗസ് എടുത്തപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ആയിപ്പോയി. അപ്പോൾ സെയിം ബ്ലൗസിന്റെ ഹുക്ക് ഒന്ന് ഇട്ട് തന്നെ.
ചേച്ചിയോട് പറ, ഞാൻ തിരക്കില്ല. എന്നിട്ട് ഞാൻ ഗെയിം കളിച്ചുകൊണ്ടിരുന്നു. ചേച്ചി മുടി പോകുന്നത് കണ്ടില്ലേ, ഒന്നിട്ട് തടാ. ഞാൻ അമ്മയുടെ അടുത്ത് ചെന്ന് ബ്ലൗസിന്റെ ഓരോ ഹുക്ക് ഇട്ട് കൊടുത്തു. ഇടുന്നതിനിടയിൽ എന്റെ വിരലുകൾ പുറത്ത് കൊള്ളുന്നുണ്ടായിരുന്നു. അമ്മയുടെ പുറം നല്ല മിനുസമുള്ള പോലെ തോന്നി. അത് കഴിഞ്ഞ് അമ്മ പാവാട വലിച്ചു കയറ്റി ടവൽ അയച്ചു കളഞ്ഞു. എന്നിട്ട് അവർ രണ്ടുപേരും എന്തൊക്കെയോ ബോഡി ക്രീം ഒക്കെ ഇടുന്നുണ്ട്, എല്ലാം എൻ്റെ മുന്നിൽ എന്നാണ്. ഇതെല്ലാം കണ്ട് എനിക്ക് എന്തൊക്കെയോ പോലെ തോന്നി. അവസാനം ഞാൻ ഒന്നും മിണ്ടാതെ ആ കട്ടിലിൽ കവുന്നടിച്ച് അങ്ങ് കിടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരുടെയും കയ്യെ എൻ്റെ പുറത്ത് വന്നുകൊണ്ടു എന്നെ തട്ടി വിളിക്കാൻ തുടങ്ങി. എന്തിനെന്നറിയാതെ ഞാൻ പെട്ടെന്ന് പിറകോട്ട് തിരിഞ്ഞു നിന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ ഇന്നത്തെ കഥ ഇത്രയേ ഉള്ളൂ. ഈ കഥ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണമെന്നുള്ളവർ എത്രയും പെട്ടെന്ന് കമൻറ്റ് ചെയ്യുക.